ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോക പരിസ്ഥിതി ദിനമായ 5-ാം തീയതി നമുക്ക് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. പക്ഷേ അതിനകത്ത് തിയേറ്ററായില്ല. 6-ാം തീയതിയാണ് നമ്മൾ റിലീസ് ചെയ്തത്. പക്ഷേ ഒരു പരിസ്ഥിതി ദിനത്തിൻ്റെ ഈ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ ചെയ്തൊരു സിനിമയാണ്. കണ്ടൽക്കാടുകളുടെ അതിജീവനം, കണ്ടൽക്കാടുകൾ എങ്ങനെ അതിജീവിക്കുന്നു അതുപോലെ തന്നെ ക്യാൻസറിനെ അതിജീവിക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഒരു 7-ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഐഷേബിനാണ് ഇത് ചെയ്തത്. ആ കഥ പറയുന്ന ഒരു സിനിമയാണ് ലൈഫ് ഓഫ് മൈഗ്രോ. ഈ ലൈഫ് ഓഫ് മൈഗ്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ അതിജീവിച്ച് അതായത് കണ്ടലിൻ്റെ പോലെ കരുത്ത് പോലെ ക്യാൻസറിനെ അതിജീവിക്കുന്ന ഒരു ഇതിനകത്ത് നമുക്ക് സുധീർ കരമന, ദിനേശ് പണിക്കർ, നിയാസ് ബക്കർ, രാജേഷ് കോബ്ര അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏതാണ്ട് 60ഓളം സീൻ ആണ് ഈ സിനിമ ഉള്ളത്. മൊത്തം ഈ 60ഓളം 1.5 മണിക്കൂർ സിനിമയാണ്. ഈ 60ഓളം സീനിൽ എനിക്ക് തോന്നുന്നു 58 സീനിലും അഭിനയിച്ചിട്ടുള്ളതാണ് ഈ കുട്ടി എന്നുള്ള ലീഡിങ് ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത അതാണ്. ഈ സിനിമ നമ്മൾ നോക്കുമ്പോൾ ഒരു 1-2 സീൻ ഒഴിച്ച് ബാക്കി എല്ലാ സീനിലും നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് ആദ്യകാലത്ത് ആശങ്ക ഉണ്ടായിരുന്നു. ഈ ഒരു കൊച്ചുകുട്ടി ആദ്യമായിട്ട് അഭിനയിക്കാൻ വരിക, ആ കുട്ടി അഭിനയിക്കാൻ വരുമ്പോഴുള്ള ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഈ സിനിമ എവിടെ ടോട്ടലി 3 ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നതാണ്. ബാക്കി എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അഭിനയിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഒരിടത്ത് പോലും ദിനേശ് ചേട്ടനായാലും മറ്റേ സുധീർ കർമ്മന ആയാലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോഴായിരുന്നു നമുക്ക് സമാധാനമായത്. ഒരിടത്ത് പോലും ഒരു നല്ല ആർട്ടിസ്റ്റിന്റെ കൈയൊതുക്കത്തോടു കൂടി ഞങ്ങളുടെ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കിയ കാര്യം വെച്ചാൽ നല്ല കരുത്തുള്ള ഇടതൂർന്ന ഒരു മുടിയായിരുന്നു ഈ കുട്ടിയുടെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ. എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ പകുതി കഴിഞ്ഞാൽ ഈ കുട്ടി ക്യാൻസർ രോഗിയായിട്ട് ഒരു ക്യാൻസർ മൂലം ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്നും അച്ഛനും അമ്മയും മരിച്ച് അനാഥയായ ഒരു കുട്ടി അമല ഹോസ്പിറ്റലിന്റെ സഹായത്തോടു കൂടി ചികിത്സാ സഹായം തേടി വരുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ആ ഹോസ്പിറ്റലിൽ കിടന്ന ആ കുട്ടി എഴുതുന്ന കൊച്ചു കൊച്ചു കവിതയിലൂടെയും ഗാനങ്ങളിലൂടെയും മറ്റേ ചിത്രങ്ങളിലൂടെയൊക്കെയാണ് ഈ സിനിമ ഇതിൽ വിരിയുന്നത്. അപ്പൊ അതിലൂടെയാണ് നമുക്ക് കഥ എന്താണെന്ന് പോലും മനസ്സിലാകുന്നത്. പക്ഷെ അങ്ങനെ അതിജീവിച്ച് ക്യാൻസറിനെ അതിജീവിക്കുന്ന കുട്ടി മുടി മുറിക്കേണ്ടി വന്നൊരു സംഭവമുണ്ട്. ഭയങ്കര വിഷമമായിരുന്നു. അത് ഈ കുട്ടിയുടെ മുടി എങ്ങനെ മുറിക്കും. അപ്പോൾ വളരെ ആശങ്കയോടുകൂടിയായാലും അതിന്റെ രക്ഷകർത്താക്കളോടും അവരുടെ ഭയങ്കര സപ്പോർട്ടുണ്ട്. അവരോട് പറഞ്ഞു ഈ മുടി മുറിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കുട്ടി അവരാണ് ഐഷ്യാണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ല, നമുക്ക് മുടി മുറിക്കാം. മുടി മുറിക്കുക മാത്രമല്ല ആ മുടി ക്യാൻസർ രോഗികളായിട്ടുള്ള അമല ഹോസ്പിറ്റലിലെ നിർദ്ധനായിട്ടുള്ള അവർക്ക് ഈ മുടി ദാനം ചെയ്യുകയും ചെയ്തു. വളരെ സന്തോഷം. ഈ സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു കാര്യം പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് പറഞ്ഞത്. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെയൊരു സിനിമ നിർമ്മിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. കാര്യം ഇത് ഒരു കച്ചവട മൂല്യം മാത്രം ഉൾക്കൊണ്ട് ചെയ്തൊരു പടമല്ല. അതിനപ്പുറത്തേക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പം ആദ്യം ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് സംസ്ഥാന ഇങ്ങനെ ഇപ്പം തന്നെ കുറേ ഫെസ്റ്റിവലുകൾക്ക് എൻട്രി ആയിട്ടുണ്ട്. അങ്ങനെ പോകാൻ വരുന്ന ഇങ്ങനെയൊരു പടത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്ന ഇതിന്റെ പ്രൊഡ്യൂസറാണ് ശോഭാ നായർ, ഉമ്മർ കെ പട്ടാമ്പി, ഹംസക്ക, സതീശൻ, ബീരാനിക്ക ഇവരൊക്കെ മുമ്പോട്ട് വന്നതോടുകൂടിയാണ് ഇങ്ങനെ ഒരു പടം നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റിയത്. അതിന് ഞാൻ അവരോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള സതീശൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ട് അച്ഛന്റെ വേഷമാണ്. ആ ഗ്രാമത്തിൽ അതായത് പുല്ല് ചെത്തിയിട്ട് ആ ക്യാൻസർ വല്ലാണ്ട് പടർന്നു പിടിക്കുമ്പോൾ ആ ഗ്രാമം ഉപേക്ഷിച്ചിട്ട് ആൾക്കാരെല്ലാം പോയിട്ട് ആ ഗ്രാമത്തിൽ അവശേഷിക്കുന്ന വീടുകളിൽ അവശേഷിക്കുന്നുണ്ട്. ആ ഗ്രാമത്തിന്റെ കഥയാണ് ഇത് പറയുന്നത്. ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ സംഭവിച്ചൊരു കാര്യമാണ്. ആലപ്പുഴയിൽ കീടനാശിനിയുടെ അതിയായ ഉപയോഗം മൂലം ക്യാൻസർ പടർന്നു പിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചാണ് ഈ കഥ എഴുതിയത്. എൻ്റെ തന്നെ രചനയാണിത്. അപ്പം ആ ഗ്രാമത്തിലെ ഒരു പുല്ല് ചെത്തി ഉപജീവനം നടത്തുന്ന ഒരു തൊഴിലാളിയായിട്ടാണ് സതീശന്റെ വേഷം ചെയ്തത്. അച്ഛൻ മരിച്ചു പോകുന്നു. ആ അച്ഛന്റെ ഓർമ്മകളിലൂടെയാണ്, ആ അച്ഛൻ മരിച്ചു പോയി കഴിയുമ്പോൾ അനാഥയാകുന്ന കുട്ടികളിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. ഇതിന്റെ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ജോസി ആലപ്പുഴയാണ്. അതേവിടെ എത്തും. പാട്ടുകൾ ദീപ്യ ചിത്ത് പാടിയിരിക്കും മനോഹരമായിട്ട്. ഇപ്പൊ തന്നെ യൂട്യൂബിൽ ആ പാട്ട് അവൈലബിൾ ആണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇതൊക്കെയാണ്. പിന്നെ ഇതിനകത്തൊരു ഡോക്ടറിന്റെ വേഷം ചെയ്തിരിക്കുന്ന മോഹൻ സാറ് നല്ല ഇതാണ് ചെയ്തിരിക്കുന്നത്. സാറ് അവർ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് ഒറിജിനൽ ഡോക്ടറാണെന്ന് ചോദിച്ചു. അത് കണക്കൊരു മെസ്സേജാണ് ഇതിനകത്ത്. സിനിമ തീരുന്നതിൻ്റെ ഒരു മെസ്സേജിലാണ്. ക്യാൻസറിനെ മറ്റുള്ള രോഗങ്ങൾ പോലെ അതിജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ തൻ്റെ അടുത്തോളം നിൽക്കാൻ പറ്റും എന്നുള്ള ഈ കുട്ടിയിലൂടെ തെളിയിക്കുന്ന ഒരു ഇവിടുത്താണ് പടം തീരുന്നത്. ആ ഒരു മെസ്സേജാണ് ഞങ്ങൾ
ഈ സിനിമയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ആ ഒരു പരിസ്ഥിതിയുടെ ഒരു പ്രധാനം ഞങ്ങൾ റിലീസ് ചെയ്യുന്നത് പോലും 6-ാം തീയതിയാണ്, 5-ാം തീയതിയാണ് പരിസ്ഥിതി ദിനം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ ഒന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞ് സംരംഭത്തെ ഒന്ന് നല്ല രീതിയിലൊന്ന് മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ വിലയേറിയ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാര്യം ഇങ്ങനെയുള്ള പടങ്ങളും അതുകൊണ്ട് ഞങ്ങൾ തിയേറ്റർ റിലീസിംഗ് ആണ് ചെയ്യുന്നത്. മറ്റുള്ള പടങ്ങൾ ഇങ്ങനെ ഫെസ്റ്റിവലുകളിൽ പോത്തേ ഉള്ളൂ. പക്ഷെ ഞങ്ങളതല്ല, ഞങ്ങളിത് 10-30ഓളം കേരളത്തിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്യാണ്. അപ്പോൾ അതിന് മീഡിയയുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഐഷ്ബിൻ എന്നാണ്. ലൈഫ് ഓഫ് മാംഗ്രോ എന്ന് പറയുന്ന മൂവിയിൽ മെയിൻ കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ 9th പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൂവിയാണിത്. ഇപ്പോൾ 3 മൂവി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് പേടിയില്ലായിരുന്നു എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇതുവരെ റീൽസൊക്കെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ ഇതൊന്നും അറിയത്തില്ല. ക്യാമറയുടെ മുന്നിലേക്ക് എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടേ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഉമ്മർക്ക, ഹംസക്ക, അതുപോലെ എലിൻ, ബൈജു സാർ, അവരുടെയൊക്കെ സഹായത്തോടു കൂടി, ശോഭ ചേച്ചി, എല്ലാവരുടെയും സഹായത്തോടു കൂടി നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മൂവിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുടി മൊട്ടയടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളർന്നു വരികയാണ്. എല്ലാവരും പടം കാണണം. കുറച്ച് നേരം എന്തായാലും എല്ലാവരും മുണ്ടാതിരിക്കും അല്ലേ? ഈ പടം കാണുമ്പോൾ എല്ലാവരും കുറച്ച് നേരം മുണ്ടാതിരിക്കൂലേ? അങ്ങനെ മൗനാക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവരും കുറെ നമ്മളെ ദൂരത്തിട്ട് ചിന്തിപ്പിക്കാൻ വഹിക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണണം, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ സോങ് ആയാലും നല്ല ടച്ചിങ് ആയിട്ടുള്ള സോങ്ങുകളാണ്. കുറെ വട്ടം നമുക്ക് കേട്ട് കേട്ട് ഇരിക്കാൻ പറ്റുന്ന സോങ്ങുകളാണ്. അടിപൊളിയായിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.